അപ്പൊ എന്താണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച്? നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, അതാണ് നമ്മുടെ തെർമോഡൈനാമിക് സിസ്റ്റം. ഈ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, നമ്മൾ എടുക്കുന്ന മാറ്റർ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഗ്യാസ്, സോളിഡ്, ലിക്വിഡ്, നമ്മൾ എടുക്കുന്ന ഏത് മാറ്റർ ആണെങ്കിലും നമ്മൾ അനലൈസ് ചെയ്യാൻ എടുക്കുന്ന മാറ്ററിനെ നമ്മൾ അതിന്റെ മോളിക്യുലർ ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ആ ലാർജ് കളക്ഷൻ ഓഫ് മാറ്റർ ആസ് എ ഹോൾ ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓരോ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് നമ്മൾ എടുക്കുന്നില്ല. അതായത് നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഹോട്ട് കപ്പ് ഓഫ് കോഫി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കോഫി എന്നുള്ള ആ മൊത്തം അതിനെ മൊത്തം നമ്മളൊരു സിസ്റ്റമായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോഫി ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റർ, ആ കോഫി ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന മാറ്റർ അതിന്റെ മോളിക്യുലർ ലെവലിലേക്കൊന്നും നമ്മൾ പോവില്ല. അപ്പൊ ഇത്തരം അപ്രോച്ചിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറയുക. ഇതാണ് നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ ഫോളോ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോളിക്യുലർ ലെവലിൽ അനലൈസ് ചെയ്യുമ്പോൾ ആ അപ്രോച്ചിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിലപ്പോൾ എന്താ ചെയ്യണത്? ഓരോ മോളിക്യൂളിന്റെയും ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു കപ്പില് വാട്ടർ എടുത്തു. ഈ വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓരോപ്പോ ഒരു ഹോട്ട് കപ്പ് ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കപ്പ് ഓഫ് ഹോട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ഹോട്ട് വാട്ടറിൽ കുറെ അധികം വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ വാട്ടർ മോളിക്യൂൾസ് എല്ലാതും വാട്ടർ മോളിക്യൂൾസ് എല്ലാം എന്താ പറയുക, പലതരത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇന്ററാക്ഷൻസ് എല്ലാതും സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ മോളിക്യൂളിന്റെയും മോഷൻ സ്റ്റഡി ചെയ്യാൻ എളുപ്പമാണോ? ഓരോ ഈച്ച് മോളിക്യൂൾ, ഇപ്പൊ ഒരു കപ്പ് ഓഫ് ഹോട്ട് വാട്ടറിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? ബില്യൺസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ മോളിക്യൂൾസിനെ എല്ലാം നമ്മൾ ഓരോ മോളിക്യൂളിന്റെയും എന്താ പറയാ എനർജി, ഓരോ മോളിക്യൂളിന്റെയും കൈനറ്റിക് എനർജി, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ തന്നെ നമുക്ക് ഈച്ച് മോളിക്യൂളിന്റെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറയുന്നുണ്ട് ഈച്ച് മോളിക്യൂളിന്റെ അനാലിസിസ് നടക്കണേന്ന്. പക്ഷെ നമ്മൾ അവിടെ എന്താ ചെയ്യണത്? നമ്മൾ പറയും ഈ കപ്പ് ഓഫ് ഹോട്ട് വാട്ടറിന്റെ ആവറേജ് എനർജി, ഇതിൽ കുറെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഈ വാട്ടർ മോളിക്യൂൾസിന്റെ ആവറേജ് എനർജി എന്താണ്? അപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ തേർഡ് ഇയർ ഫിസിക്സ് സ്റ്റുഡൻസ് ഓരോ ഇപ്പോ എന്താ പറയാ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റില് എല്ലാവരും ഓരോ ഡിഫറെന്റ് മാർക്സ് വാങ്ങി. അതിന്റെ ആവറേജ് എടുക്കും. നമ്മൾ പറയും 70% ആണ് മാർക്ക് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ്സിലെ ഇലക്ട്രോണിക്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് 70% ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫിസിക്സ് തേർഡ് ഇയർ ക്ലാസ്സിനെ മൊത്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയാം. അതായത് ഓരോ കുട്ടീനെയും സ്പെസിഫൈ ചെയ്യില്ല. എന്ന് പറഞ്ഞ പോലെ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആണെങ്കിലും അതിൽ ഓരോ മോളിക്യൂളിന്റെയും ഈച്ച് ആൻഡ് എവരി പ്രോപ്പർട്ടീസ് നമുക്ക് പറയുന്നതിന് പകരം നമ്മൾ ആ ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിന്റെ ഒരു ഹോൾ കോൺട്രിബ്യൂഷൻ ആണ്. നമുക്ക് ഓരോ ലാർജ് കളക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആയതുകൊണ്ട് ഈച്ച് മോളിക്യൂളിന്റെ ബിഹേവിയർ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ പറയുന്നത്? ബൈ ആഡിങ് അപ്പ് ദ ബിഹേവിയർ ഓഫ് ഈച്ച് മോളിക്യൂൾ, അത് നമ്മളൊരു ആവറേജ് എടുക്കും. അത്തരത്തിൽ ആവറേജ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്തരത്തിലെ ആവറേജ് എടുക്കുന്നതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നമ്മൾ ആവറേജ്, മീൻ, മീഡിയൻ, മോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച്, മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തെർമോഡൈനാമിക്സ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. അതിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണ് ഒരു സിസ്റ്റത്തിന്റെ. നമ്മൾ മോളിക്കുലർ ലെവലിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ നമ്മൾ മോളിക്കുലർ ലെവലിലാണ് അനലൈസ് ചെയ്യണത്. മോളിക്കുലർ ലെവലിൽ അനലൈസ് ചെയ്യുമ്പോൾ ഈച്ച് മോളിക്യൂളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നതിന് പകരം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചിലാണ് നമ്മളത് സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ ഈ രണ്ട് ബ്രാഞ്ചിന്റെയും ഡിഫറൻസ്. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ഒരു ബ്രാഞ്ചാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഒരു ബ്രാഞ്ചാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലേക്കും അതുപോലെ തന്നെ ആസ്ട്രോഫിസിക്സിലേക്കും ഒക്കെ അപ്ലിക്കേഷൻസ് ഉള്ള ഒരു കോർ ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ കോർ ഫണ്ടമെന്റൽ പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹാഫ് ഭാഗം അതാണ്. നമ്മൾ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കും, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കും, നമ്മളിപ്പോൾ ന്യൂക്ലിയറിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങൾ നമ്മളോട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ? ചെറിയ രീതിയിലെങ്കിലും എന്താണ് ഡിഫറൻസ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ? യെസ് ഓർ നോ? എല്ലാവരും കിളി പോയിരിക്കുകയാണോ? ഒന്നും മിണ്ടണല്ലോ. യെസ്. അടുത്തത് ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു എന്താണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യും.
അല്ലെ ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആ കുറച്ച് തെർമോഡൈനാമിക് വേരിയബിൾസ് ആയിട്ടുള്ള പ്രഷർ വോളിയം ടെമ്പറേച്ചർ ഒക്കെ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷനാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന സിസ്റ്റം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി. അപ്പൊ അവിടെ എന്ത് നടന്നു എന്ന് നമ്മൾ പറയും? ഒരു പ്രോസസ്സ് അവിടെ നടന്നു എന്ന് പറയും. അപ്പൊ എ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്താൽ, അപ്പോൾ എ എന്നുള്ള സിസ്റ്റത്തിന്റെ പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റത്തിന്റെ പ്രഷർ മാറി, വോളിയം മാറി, ടെമ്പറേച്ചർ മാറി. മേ ബി ഏതെങ്കിലുമൊക്കെ കോൺസ്റ്റന്റ് ആവാം. എന്നാലും അതിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, എല്ലാം മാറണമെന്നില്ല, ഏതെങ്കിലും ഒരു വേരിയബിൾ മാറിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ് മാറും. അപ്പൊ നമ്മൾ അവിടെ എന്ത് നടന്നു എന്ന് പറയും? ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയും. ഓക്കെ, ഇനി പ്രോസസ്സുകൾ തന്നെ നമ്മൾ ജനറലി ഡിവൈഡ് ചെയ്യുന്ന രണ്ട് തരമായിട്ടാണ് റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇതല്ലാതെ ഒരുപാട് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഉണ്ട്. പക്ഷെ ബേസിക് എന്താ പറയാ, അതിന്റെ പ്രോസസ്സിനെ വെച്ചിട്ട് പറയുന്നതാണ് രണ്ട് ടൈപ്പ്, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. റിവേഴ്സിബിൾ പ്രോസസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന പ്രോസസ് ആണെങ്കിൽ അതിന് നമ്മൾ, അതായത് പ്രത്യേകിച്ച് റിവേഴ്സ് ചെയ്താലും ആ സിസ്റ്റത്തിനോ സറൗണ്ടിങ്സിനോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൂടാതെ അതിന് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത്തരം പ്രോസസ്സിനെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും അല്ലെ? നമുക്കറിയാം ഐസിന് വാട്ടർ ആവാം, വാട്ടറിന് തിരിച്ച് ഐസ് ആവാം, അത് റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് വിച്ച് കനോട്ട് ബി റിവേഴ്സ്ഡ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഒരു എക്സാമ്പിൾ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ, റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ പെട്ടെന്നാവട്ടെ. നമ്മൾ ഈ യൂണിവേഴ്സിൽ കാണുന്ന മെജോറിറ്റി പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. നമ്മൾ അതുകൊണ്ട് പറയും നാച്ചുറൽ പ്രോസസ്സുകളെല്ലാം സ്പോണ്ടേനിയസ് പ്രോസസ്സുകളായിരിക്കും, സ്പോണ്ടേനിയസ് പ്രോസസ്സുകളെല്ലാം ഒരുവിധം ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾക്കും കിട്ടുന്നില്ലേ എക്സാമ്പിള്? പേപ്പർ കത്തിക്കുന്നു, ഓക്കെ. ചായ, ചായനെ തിരിച്ചയക്കാൻ പറ്റില്ല. വാക്സ്, ഒരു മിനിറ്റ്. വാക്സ് എങ്ങനെയാണ് റിവേഴ്സിബിൾ ആവണേ? വാക്സ് ഉരുകി കഴിഞ്ഞാൽ അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തും, തിരിച്ച് വീണ്ടും ഉരുക്കി കഴിഞ്ഞാൽ അത് വീണ്ടും വാക്സ് ആവും. വാക്സ് അല്ല കേട്ടോ, വാക്സ് റിവേഴ്സിബിൾ ആണ്. ഫ്യൂവൽ ബേൺ ചെയ്യണത് ശരിയാണ്, റിവേഴ്സിബിൾ ആണ്. ടീ നമ്മൾ ടീനെ നമുക്ക് തിരിച്ച് അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാം എന്താ പറയാ റിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ ജനറലി നമ്മൾ ഇനി റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇതിന്റെ മെയിൻ ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അടുത്ത ഒരു മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പൊ നമുക്ക് അവിടെ അതിനെ കുറിച്ച് വീണ്ടും പറയാം. ഓക്കെ, അടുത്തതാണ് നമ്മൾ പറയുന്ന സൈക്കിൾ. അല്ലെ, സൈക്കിൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഓടിക്കാറുണ്ട്. പക്ഷെ ഈ സൈക്കിൾ എന്താണ്? നമ്മൾ കുറേ പ്രോസസ്സുകൾ നടന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി തിരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ എത്തുകയാണെങ്കിൽ, അതായത് എ എന്നുള്ള പോയിന്റിൽ നിന്ന് തുടങ്ങി, ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഡോട്ടിൽ നിന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നു, തിരിച്ച് വീണ്ടും ഈ വഴിയൊക്കെ തിരിച്ചു വീണ്ടും ഇവിടേക്ക് തന്നെ എത്തുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതായത് ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം. അതായത് ഈ കേസിൽ എ എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എ എന്നുള്ള പോയിന്റിലേക്ക് തിരിച്ചെത്തി. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? അതൊരു സൈക്ലിക് പ്രോസസ് ആണെന്ന് പറയും. സൈക്ലിക് പ്രോസസ്സിൽ എന്താ പറയുന്നത്? വെൻ എ തെർമോഡൈനാമിക് പ്രോസസ് ഹൂസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ആർ സെയിം. കുറേ സീക്വൻസ് ഓഫ് പ്രോസസ് ഉണ്ടായിരിക്കും. അത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി കുറേ പ്രോസസ്സുകളിലൂടെ പോയി തിരിച്ച് വീണ്ടും ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ എത്തുകയാണെങ്കിൽ, മീൻസ് അതിന്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ത് തന്നെയാണ്? ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ നമ്മൾ അതിനെ സൈക്ലിക് പ്രോസസ് എന്ന് പറയും. ഇതെല്ലാം ഈസി ആണല്ലോ, എല്ലാം മനസ്സിലായല്ലോ. ഞാൻ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ഒരു വാക്കാണ് നമ്മൾ ഇന്നലെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞ ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം? ഓരോ സിസ്റ്റവും നമ്മുടെ യൂണിവേഴ്സിലെ സ്പോണ്ടേനിയസ്ലി മൂവ് ചെയ്യുന്നുണ്ട് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്താനായിട്ട്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ മെക്കാനിക്സിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട്. അത് കുറേ നേരം ഓസിലേറ്റ് തിരിച്ചൊരു ഇക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കും, നമ്മൾ റെസ്റ്റിൽ നിൽക്കും, അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് കേൾക്കും. പക്ഷെ നമ്മൾ ഈ തെർമോഡൈനാമിക്സിലെ ഇക്വിലിബ്രിയം എന്നുള്ള വാക്ക് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? കുറേ തരത്തിലുള്ള ഇക്വിലിബ്രിയം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസിങ് എന്നുള്ളത് തന്നെയാണ് ഇക്വിലിബ്രിയത്തിന്റെ അർത്ഥം. ഇവിടെ ഒരു ബാലൻസ്. ഇവിടെ എന്ത് ടൈപ്പ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ പറയുന്നത്? പല ടൈപ്പ് ഇക്വിലിബ്രിയംസ് നമുക്ക് പറയാം. അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം ആണ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയത്തില്
തെർമൽ ഇക്വിലിബ്രിയം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രണ്ട് സിസ്റ്റം എടുത്തു. ഈ രണ്ട് സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചർ സെയിം ആക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത്തരം ഇക്വിലിബ്രിയത്തിനെയാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് സിസ്റ്റം കോണ്ടാക്റ്റിൽ വെച്ചതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചർ സെയിം ആയി. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് എടുത്തു. രണ്ട് ഗ്ലാസ്, എ എന്നുള്ള ഗ്ലാസും ബി എന്നുള്ള ഗ്ലാസും. ഈ രണ്ട് ഗ്ലാസും നമ്മളൊരു കോണ്ടാക്റ്റിൽ വെച്ചു. അപ്പോൾ ഒരു പക്ഷെ ഒരെണ്ണത്തിലൊരു ഹോട്ട് വാട്ടറും ഒരെണ്ണത്തിലൊരു കൂൾ വാട്ടറും ആയിരിക്കും. അപ്പൊ എയിൽ ഹോട്ട് വാട്ടറും ബിയിൽ കൂൾ വാട്ടറും. ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മൾ ഈ രണ്ട് സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും? കോണ്ടാക്റ്റിൽ വെക്കും. കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ ഇവർ തമ്മിൽ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചർ സെയിം ആവും. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? ഈ സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയും. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ ആ സിസ്റ്റം എന്തിലായിരിക്കണം? തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. അപ്പോഴാണ് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. കാരണം എന്താ? ആ സിസ്റ്റം ഏത് സിസ്റ്റമായിട്ടാണോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് അതുമായിട്ട് എന്തിൽ നിന്നു? ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തിലായി നിന്നു. ഓക്കെ, അപ്പൊ തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും. അപ്പൊ ജസ്റ്റ് ഞാൻ ഇക്വിലിബ്രിയം എന്താന്ന് ഇവിടെ പറഞ്ഞു. ഇനി നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ തന്നെ മെയിൻ കോൺസെപ്റ്റ് ആണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് ജസ്റ്റ് പറഞ്ഞു. ഇനി എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത് തെർമൽ ഇക്വിലിബ്രിയത്തിലാവണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാവണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാവണം. ഇത് 3ഉം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പോ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവാൻ തെർമൽ ഇക്വിലിബ്രിയം, ഇപ്പൊ തെർമൽ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം രണ്ടും രണ്ടാണ്. തെർമൽ ഇക്വിലിബ്രിയത്തിലായാൽ അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ആവണം എന്നില്ല. ഓക്കെ, നമ്മൾ ഓരോ ഇക്വിലിബ്രിയം എന്താണെന്ന് പറയാം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു സിസ്റ്റം സറൗണ്ടിങ്സും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയും. അതായത് ടെമ്പറേച്ചർ ഓഫ് ദ 2 systems will be same. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയും. നോ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അതാണ് തെർമൽ ഇക്വിലിബ്രിയം. അതെങ്ങനെ അച്ചീവ് ചെയ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ട് സിസ്റ്റംസ് കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ അവർ തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചർ സെയിം ആവും. അതായത് അവർ തമ്മിൽ എന്തില്ല? ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല. ആദ്യം ഇയാൾ 90ഉം ഇയാൾ 30 ഡിഗ്രി സെൽഷ്യസും ആയിരുന്നെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ രണ്ടുപേരും 60 ഡിഗ്രി സെൽഷ്യസ് എത്തി നിൽക്കും. അതിനർത്ഥം അവർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി തെർമൽ ഇക്വിലിബ്രിയത്തിലായി. ഇനി രണ്ടാമത്തത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു സിസ്റ്റത്തിൽ കുറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടാവും. സിസ്റ്റത്തിലോ സറൗണ്ടിങ്സുമായിട്ടോ ഫോഴ്സുകൾ ആക്ട് ചെയ്യാം. പക്ഷെ ബാലൻസ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോ ഒരു സിസ്റ്റത്തിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് ബാലൻസ് ചെയ്യാവുന്ന രീതിയിൽ വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷെ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഏതെങ്കിലും സിസ്റ്റത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആവില്ല. സോ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം there should be no unbalanced forces acting within the system or with the surroundings. Unbalanced force, balanced force ഉണ്ടാവാം. ബാലൻസ്ഡ് ഫോഴ്സ് മീൻസ് എന്താണ് അല്ലെ? ഇപ്പൊ നമുക്കറിയാം ബാലൻസ് എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം. ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഉദാഹരണത്തിന് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു സ്പ്രിങ് അതിനെ റെസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെ റീസ്റ്റോർ ചെയ്ത് തിരിച്ച് ഇക്വിലിബ്രിയത്തിലാക്കാനുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അത്തരം കേസുകളിൽ അതെന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യും? ഫൈനലി ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തും. പക്ഷെ ചില കേസിൽ അൺബാലൻസ്ഡ് ഫോഴ്സുകൾ ഒന്നും ആ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ ആ സിസ്റ്റം, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഏതെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ആവില്ല. അപ്പൊ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? there should be no unbalanced force present in the system or with the surroundings. ഇനി അടുത്തതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എന്താ പറയുന്നത്? കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കാൻ പാടില്ല. ഇക്വിലിബ്രിയത്തിൽ ആവുന്ന സമയത്ത് there should be no chemical reactions within the system.
and also no movement of any chemical constituent from one part of the system to the other. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാവുമെന്ന് പറയും. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ സിസ്റ്റത്തിലെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കാൻ പാടില്ല. ഇനി അതിൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് റിയാക്ടൻസ് മൂവ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുക, അങ്ങനത്തെ മൂവ്മെന്റ്സ് ഒന്നും പാടില്ല. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള മൂവ്മെന്റും അലൗഡ് അല്ല. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാവില്ല. അപ്പൊ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്: തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റന്റ് ഇൻ ബോത്ത് സിസ്റ്റംസ് by making in contact with each other. രണ്ടാമത്തത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, there should be no unbalanced force acting on the system or with the surroundings. മൂന്നാമത്തത് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പറയുന്നത് there should be no chemical reactions present in the system and there should be no movement of any chemical constituent from one part of the system to the other. ഇത് ക്ലിയർ ആണോ? ഈ 3 ഒബേ ചെയ്താൽ അല്ലെങ്കിൽ 3 സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുള്ളൂ. ഇത് ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ തെർമോഡൈനാമിക്സിലെ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഒന്നും കൂടെ പറയണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് കുറച്ച് ഫണ്ടമെന്റൽ കാര്യങ്ങളാണ്, ബേസിക് കാര്യങ്ങളാണെങ്കിൽ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഏറ്റവും ലാസ്റ്റ് ഡിസ്കവർ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത ഒരു ലോ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്കറിയാം തെർമോഡൈനാമിക്സിലെ ടോട്ടൽ 4 ലോസ് നമ്മൾ പഠിക്കും. അതിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് സീറോത്ത് ലോ ഫോർമുലേറ്റ് ചെയ്തത്. സോ അതുകൊണ്ടാണ് സീറോത്ത് ലോനെ എന്തെന്ന് പറയുന്നത്, ആ പേര് വന്നത്. സീറോത്ത് ലോന് ആ പേരിടാൻ സീറോത്ത് ലോ എന്ന് പറയാൻ കാരണം അത് കഴിഞ്ഞിട്ടൊരു പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചില്ല, നമ്മൾ ഈ -1 ലോന്നോ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിന്. ഓക്കെ, സീറോത്ത് ലോ വളരെ എളുപ്പമാണ്, എന്നാൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്ത ലോ ആണ് സീറോത്ത് ലോ. സീറോത്ത് ലോ തെർമൽ ഇക്വിലിബ്രിയത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ്. എന്താണ് സീറോത്ത് ലോയിൽ പറയുന്നത്? സീറോത്ത് ലോ എന്ന് പറയുന്നത് 2 ഒബ്ജക്ട്സ് എടുക്കാം, എ ആൻഡ് ബി. ഈ എയും ബിയും മൂന്നാമത്തെ ഒരു സിസ്റ്റം സിയുമായിട്ട് സെപ്പറേറ്റ്ലി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഞാൻ എ എന്നുള്ള ഒരു സിസ്റ്റം എടുത്തിട്ടുണ്ട്. എ എന്നുള്ള സിസ്റ്റം സി എന്നുള്ള സിസ്റ്റം തമ്മിൽ കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അവർ തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അവർ തമ്മിൽ എന്ത് ഇക്വിലിബ്രിയത്തിലാവും? തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. അതുപോലെ ബി എന്നുള്ള സിസ്റ്റവും സി എന്നുള്ള സിസ്റ്റവും തമ്മിൽ പരസ്പരം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് എയും സിയും തന്നെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നുണ്ട്, അതുപോലെ ബിയും സിയും വേറെ സ്ഥലത്തിരിക്കേണ്ടവർ തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഇരിക്കുന്ന ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന കോമൺ സിസ്റ്റം ആണ് ആര്? സി. അങ്ങനെയാണെങ്കിൽ എയും ബിയും പരസ്പരം ഇക്വിലിബ്രിയത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായി കഴിഞ്ഞാൽ, തെർമൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ടെമ്പറേച്ചർ എന്താവണം? സെയിം ആവണം. സപ്പോസ് എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത് 70 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് വിചാരിച്ചു. അപ്പൊ സിയുടെ ടെമ്പറേച്ചർ എത്ര? 70 ഡിഗ്രി സെൽഷ്യസ്. ഈ 70 ഡിഗ്രി സെൽഷ്യസുമായിട്ട് ബിയും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബിയുടെയും സിയുടെയും ടെമ്പറേച്ചർ എത്രയായിരിക്കും? 70 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എത്രയായിരിക്കും ടെമ്പറേച്ചർ? 70 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ അർത്ഥം ഇവർ 3 പേരും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ലോ ആണ്. രണ്ട് പേര് അല്ലെ, 2 പേര്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മള് ക്ലാസ്സിൽ 2 കുട്ടികൾ, ഈ 2 കുട്ടികളും മൂന്നാമത്തെ ഒരു കുട്ടിയായിട്ട് ഫ്രണ്ടാണ്. ഇപ്പൊ എ എന്നുള്ള കുട്ടി, നമ്മുടെ ഉദാഹരണത്തിന് ആദ്യത്തെ 3 ആളെ എടുക്കാം. ആഗ്നയും ഏബലും ഫ്രണ്ട്സ് ആണ്, ആഗ്നയും അഞ്ജനയും ഫ്രണ്ട്സ് ആണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള ആളാരാ? ആഗ്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും എന്തായിരിക്കും? ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം വെച്ച് പറയുന്നത് മാത്രം A and B are separately in thermal equilibrium with the third object C. Then A and B are in thermal equilibrium with each other. Okay. സീറോത്ത് ലോ നമ്മൾ പറഞ്ഞു ഒരേ സെയിം എൻവിറോൺമെന്റിലാണെങ്കിൽ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവര് ഈ സിസ്റ്റംസ് ഒബേ ചെയ്യും. എന്ത്? സീറോത്ത് ലോ ഒബേ ചെയ്യും. മാക്സ്വെൽ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 1872 ഈ ഒരു ഡെഫിനിഷൻ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇതിന്റെ അർത്ഥം പ്രാക്ടിക്കലി അതിന് ഉദ്ദേശിക്കുന്നതാണ് ഓൾ 3 ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ. ഇവിടെ പറഞ്ഞു നോക്കിയേ, എയും ബിയും
എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ അവര് എല്ലാം പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ ജസ്റ്റ് അതിനെ തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി അതിന്റെ ബേസിക് സിഗ്നിഫിക്കൻസ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സീറോത്ത് ലോ പുട്ട് ഫോർവേഡ് ചെയ്തത്. അതായത് ടെമ്പറേച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തതാണ് സീറോത്ത് ലോ. സീറോത്ത് ലോയിലാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആദ്യമായിട്ട് വന്നത്. സോ എന്താണ് കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ? നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം അല്ലെങ്കിൽ രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ടെമ്പറേച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത് സീറോത്ത് ലോയിലാണ്. ഓക്കെ, അപ്പൊ സീറോത്ത് ലോ, അപ്പൊ നമ്മൾ അത് ചോദിക്കും നമ്മളോട്, സ്റ്റേറ്റ് സീറോത്ത് ലോ ആൻഡ് ഗിവ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ സീറോത്ത് ലോ നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തു. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഈ ഒരു ലോയുടെ ബേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ടെമ്പറേച്ചർ ഈസ് ദ പ്രോപ്പർട്ടി that determines whether an object is in thermal equilibrium with other objects. ഒരു സിസ്റ്റം മറ്റ് ഒബ്ജക്ട്സുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അതുപോലെ നമുക്ക് എന്ത് പറയാം? രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവർ രണ്ടുപേർക്കും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും എന്ന് പറയാം. രണ്ട് ഒബ്ജക്ട്സിന് ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഈ രണ്ട് ഒബ്ജക്ട്സും തെർമൽ ഇക്വിലിബ്രിയത്തിലല്ല പരസ്പരം ഇരിക്കുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ടെമ്പറേച്ചറിന്റെ ഐഡിയ നമുക്ക് സീറോത്ത് ലോന്ന് കിട്ടും. അപ്പോൾ സീറോത്ത് ലോ പറഞ്ഞത് എന്താണ്? രണ്ട് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. സോ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് പറയുകയാണെങ്കിൽ, കോൺവേഴ്സ് പറയുകയാണെങ്കിൽ എന്ത് പറയാം? രണ്ട് സിസ്റ്റത്തിന് ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവര് തെർമൽ ഇക്വിലിബ്രിയത്തിലല്ല. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ, മറ്റ് സിസ്റ്റംസുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ തെർമൽ സ്റ്റേറ്റ് ഓഫ് എ ബോഡി വിത്ത് റെഫറൻസ് ടു ഇറ്റ്സ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഹീറ്റ് ടു അതർ ബോഡീസ്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഒരു ബോഡിയുടെ തെർമൽ സ്റ്റേറ്റ് അതിന് മറ്റ് ബോഡീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ഹീറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമം അല്ലെ, അതിന്റെ റെഫറൻസ് ആയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചറിനെ പറയുന്നത്. അപ്പൊ ഈ പിടി കിട്ടിയല്ലോ സീറോത്ത് ലോയിൽ നിന്ന് എങ്ങനെയാണ് ടെമ്പറേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായത്. സീറോത്ത് ലോയുടെ ഒരു എന്താ പറയാ, സീറോത്ത് ലോയിൽ നിന്നാണ് ടെമ്പറേച്ചർ എന്നുള്ള ഒരു ഐഡിയ വന്നത്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷനിൽ ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്കറിയാം അല്ലെ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളെ വീടുകളിൽ ഉണ്ടായിരിക്കും തെർമോമീറ്റർ യൂസ് ചെയ്യും. പലതരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ തെർമോമീറ്റേഴ്സ് കേട്ടിട്ടുണ്ട്? പലതരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെ തെർമോമീറ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? മെർക്കുറി. ഓക്കെ, നമ്മൾ പനി നോക്കുന്നത് സാധാരണ മെർക്കുറി തെർമോമീറ്റർ. പിന്നെ മെർക്കുറിയാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. വേറെ ഏതെങ്കിലും തെർമോമീറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ അങ്ങനെയല്ല ഉദ്ദേശിച്ച്, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ മെറ്റീരിയൽസ് വ്യത്യാസമുള്ളതുണ്ടായിരിക്കും. ഗ്യാസ് തെർമോമീറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനില്ല. ശരി, ഈ തെർമോമീറ്ററിൽ നമ്മൾ എങ്ങനെയാണ്, എന്ത് യൂണിറ്റിലാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് നമ്മൾ എന്ത് ഇതിലാ പറയാ? സെൽഷ്യസിലാണ് പറയാ. ഓക്കെ, സെൽഷ്യസ് എന്ന് പറയുന്നത് സയന്റിസ്റ്റിന്റെ പേരാണ്. സെൽഷ്യസ് ആണ്, സെൽഷ്യസ് സ്കെയിൽ അല്ലെ, ടെമ്പറേച്ചർ സ്കെയില് ആയിട്ടുള്ള സെൽഷ്യസ് മാത്രമാണോ? പിന്നെ ഏതെങ്കിലും സ്കെയിലുകൾ വേറെ നിങ്ങൾക്ക് അറിയോ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഡിഫറെന്റ് സ്കെയിൽസ്, കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. ഓക്കെ, ഇതില് ഏതാണ് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? SI യൂണിറ്റ്, അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഏതാണ്? അബ്സല്യൂട്ട് സ്കെയിൽ അല്ലെങ്കിൽ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഇത് കെൽവിൻ ആണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ നമ്മൾ എന്തുകൊണ്ടാണ് കെൽവിനെ അബ്സല്യൂട്ട് സ്കെയിൽ ആയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ, അതായത് സെക്കൻഡ് ലോ പഠിക്കുമ്പോൾ പറയും. അതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ അതിന്റെ കൺവേർഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. നമുക്കതൊന്നും ഡീറ്റെയിൽ ആയിട്ടില്ല, നിങ്ങൾ +2 ഒക്കെ പഠിച്ചതാണ് അല്ലെ, എങ്ങനെയാണ് സെൽഷ്യസ് സ്കെയിലിൽ നിന്ന് ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് പോവുക, ഫാരൻഹീറ്റ് സ്കെയിലിൽ നിന്ന് എങ്ങനെയാണ് കെൽവിൻ സ്കെയിലിലേക്ക് വരിക. സോ സെൽഷ്യസ് സ്കെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിനെ വെച്ചിട്ടാണ്. ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ് സെൽഷ്യസ് സ്കെയിലിൽ?
മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. നമ്മൾ ഇനി ഫേസ് ട്രാൻസിഷൻസ് ഒക്കെ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്താണ് സെൽഷ്യസ് സ്കെയിലിലെ മെൽറ്റിംഗ് പോയിന്റ്? ഓരോ സ്കെയിലിലും മെൽറ്റിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിലെ മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരിക്കും? ഫാരൻഹീറ്റ് സ്കെയിലിലെ മെൽറ്റിംഗ് പോയിന്റ്. അതുപോലെ കെൽവിൻ സ്കെയിലിലെ 273 ആണോ? അല്ല. ഓക്കെ, അത് നാളത്തേക്ക് നോക്കി വരിക. നാളത്തേക്കുള്ള അസൈൻമെന്റ് എങ്ങനെയാണ് നാളത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത്? സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും അതുപോലെ തന്നെ എന്താണ് കെൽവിൻ സ്കെയിൽ, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഓക്കെ, -273 കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് കെൽവിൻ സ്കെയിലാണ് -273. നമ്മൾ പറയും അബ്സല്യൂട്ട് 0 കെൽവിൻ ആണ് അല്ലെ. -273 എന്ന് പറയുന്നത് -273.13 അങ്ങനെ ഇത്ര കെൽവിൻ ആണ് നമ്മുടെ അബ്സല്യൂട്ട് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ കൺവേർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഡിഫറെന്റ് സ്കെയിൽസ്, ടെമ്പറേച്ചർ സ്കെയിൽസ് ഏതൊക്കെയാണ്? അത് കോമൺ അറിവാണ്. നമ്മൾ സാധാരണ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയകളാണ് ടെമ്പറേച്ചർ സ്കെയിലുകൾ. നമ്മൾ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ 0th ലോയും അതിന്റെ ടെമ്പറേച്ചർ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. 0th ലോയും ടെമ്പറേച്ചർ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ്, അത് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്തത് നമ്മൾ ഡിഫറെന്റ് തെർമോമീറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള സിസ്റ്റം. ഓക്കെ, എന്താണ് ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞു? ടെമ്പറേച്ചറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഹീറ്റ്. എന്താണ് ഹീറ്റ്? ഹീറ്റ് എന്താണ്? ഹീറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹീറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എനർജി ആണ്. ശരി, ഹീറ്റ് എവിടെ നിന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുക? ഹീറ്റിന്റെ ഫ്ലോ എങ്ങനെയാണ്? ഹീറ്റ് ഫ്ലോ ചെയ്യും അല്ലെ. ഹീറ്റിന് എങ്ങനെയാണ് ഫ്ലോ ചെയ്യാനുള്ള, എവിടെ നിന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുക? ഹീറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് സംതിങ് വിച്ച് ഫ്ലോസ് ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. ഒരു ബോഡി ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് ഇപ്പോഴും ഹീറ്റ് ഫ്ലോ ഉണ്ടാവുക അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ബോട്ടിലിൽ 90 ഡിഗ്രി സെൽഷ്യസ് ഹോട്ട് വാട്ടറും ഒരു ബോട്ടിലിൽ 60 ഡിഗ്രി കമ്പാരിറ്റീവ്ലി ലോ ടെമ്പറേച്ചറും ആണെങ്കിൽ എപ്പോഴും 90 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുക. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ഫ്ലോ ചെയ്യാനാണ്. അങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റത്തിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിന്, ഒരു സിസ്റ്റത്തിന് നമ്മൾ കുറെ ഹീറ്റ് കൊടുത്തു. ഹീറ്റ് കൊടുത്താൽ നമ്മൾ രാവിലെ വിറക് കത്തിച്ച് അരി തിളപ്പിക്കും. കുറെ കഴിയുമ്പോൾ അരി വെന്ത് ചോറാവും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ആ സിസ്റ്റത്തിന് നമ്മൾ ഹീറ്റ് കൊടുത്തപ്പോൾ ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങി. അങ്ങനെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ടെമ്പറേച്ചർ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിക്കുക? കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഹീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഫോം ഓഫ് കൈനറ്റിക് എനർജി. നമ്മൾ ഒരു സിസ്റ്റത്തിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു എന്ന് വിചാരിച്ചോ, അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി, ഹീറ്റ് ഉപയോഗിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എനർജീസ് ഉണ്ടോ, ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിന് കിട്ടാവുന്ന ടോട്ടൽ എനർജി കണ്ടന്റിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, സ്റ്റേറ്റ് വേരിയബിളിൽ നമ്മൾ കണ്ടു. ഇന്റേണൽ എനർജി എന്താണ്? ഒരു സിസ്റ്റത്തിന്റെ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഇനി വേറെ ഏതെങ്കിലും എനർജീസ് അതിനുണ്ടെങ്കിൽ അതെല്ലാം കൂടുമ്പോഴാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം? ഹീറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ മെഷറാണ്. എത്രമാത്രം ഇന്റേണൽ എനർജി ഉണ്ട് ഒരു സിസ്റ്റത്തിന്, അതിന്റെ മെഷറാണ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി, നമുക്ക് അങ്ങനെ പറയാം. ഹീറ്റ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ എന്നുള്ളൊരു ഐഡിയ കൊടുക്കുന്നത് അല്ലെ. എത്ര ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹീറ്റും ടെമ്പറേച്ചറും ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ പറയണത്, അടുത്തൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് എന്താന്ന് പറഞ്ഞു. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനെയാണ് ഡെഫിനിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടീസിനെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയും. ഇനി ഈ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ നമ്മൾ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു എന്ന് പറയും. ഇനി ഈ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും?
ആ സിസ്റ്റം കുറേ ഒരു ഫൈനൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും. ഈ സ്റ്റേറ്റുകളുടെ ചേഞ്ചിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഈ ചേഞ്ചുകളെല്ലാം ചേർക്കുമ്പോഴാണ് നമുക്കൊരു പാത്ത് കിട്ടുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് പല വഴിയിലൂടെ പോവാം. അപ്പൊ ഈ പാത്തിനെ നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ഈ ലോക്കസ് ഓഫ് ഓൾ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് വലിയൊരു നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ് പാത്ത്, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ. ഇനി അടുത്തത് പ്രോസസ്. പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒരു എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് ഒരു പാത്തിലൂടെ പോന്നു കഴിഞ്ഞ് എ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ബി എന്നുള്ള സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ആ പ്രോസസ്സ് എ നിന്ന് ബിയിലേക്ക് വന്ന് തിരിച്ച് വീണ്ടും എയിലേക്ക് പോരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിന് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും. ഇനി റിവേഴ്സിബിൾ പ്രോസസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വേറെ എഫക്റ്റുകളൊന്നും ഇല്ലാതെ തിരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിൽ അറ്റൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിനെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും. ഓക്കെ, ക്വാസി സ്റ്റാറ്റിക് എന്താണെന്ന് ഞാൻ വരാം. സൈക്കിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്, പാത്ത്, പ്രോസസ്സ് ഇതെങ്ങനെയാണ് നമ്മൾ ഒരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുക, അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കി, ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറഞ്ഞു. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിസ്റ്റം ഫസ്റ്റ് സ്റ്റേറ്റിലായിരുന്നു, ഇനീഷ്യൽ സ്റ്റേറ്റിലായിരുന്നു. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് 1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പൊ നോക്കി, കുറേ കൂടെ കുറേ പോയിന്റ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് 1ൽ നിന്ന് 2ൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ നടന്ന വഴികളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ അതാണ് ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഒരു പാത്ത് കിട്ടും അല്ലെ. ഇനി ഇവിടെ എന്താ, ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിൽ എത്തിയപ്പോഴത്തേക്കും അതിന്റെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. അപ്പൊ 1 നിന്ന് 2ൽ എത്തിയപ്പോൾ നമ്മൾ എന്ത് നടന്നു എന്ന് പറഞ്ഞു, അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയും. ഇനി 1ൽ നിന്ന് 2ൽ എത്തിയിട്ട് തിരിച്ച് അത് 1ലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് നടന്നു എന്ന് പറയും, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയും. അപ്പൊ പാത്ത്, സൈക്കിള്, ഡിഫറൻസ്, പ്രോസസ് ആൻഡ് സൈക്കിൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. 1ൽ നിന്ന് 2ൽ എത്തുകയാണെങ്കിൽ ഒരു പ്രോസസ് എന്ന് പറയും. 1ൽ നിന്ന് 2ൽ പോയി തിരിച്ച് 1ൽ തന്നെ എത്തുകയാണെങ്കിൽ നമ്മൾ അതിനൊരു സൈക്ലിക് പ്രോസസ് എന്ന് പറയും. ഓക്കെ, സൈക്ലിക് പ്രോസസ് എന്ന് പറയും. അപ്പൊ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എനി ചേഞ്ച് ഇൻ ദ തെർമോഡൈനാമിക് കോർഡിനേറ്റ് കോസസ് എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഏതെങ്കിലും ഒരു തെർമോഡൈനാമിക് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയും. അപ്പൊ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് a thermodynamic coordinate change and it will causes a change in the state of the system. അതിനാണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ കാണും. പല ടൈപ്പ് പ്രോസസ്സുകൾ, ഓരോ തെർമോഡൈനാമിക് വേരിയബിൾസ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ, എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്സ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, അല്ലെങ്കിൽ എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്സ്, എന്താണ് പാത്ത്, എന്താണ് പ്രോസസ്സ്, എന്താണ് സൈക്കിൾ, ഇത്ര ഐഡിയ മനസ്സിലായല്ലോ. ഇത് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ മെയിൻ ഡെറിവേഷൻസിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. ഓക്കെ, അടുത്തത് നോക്കിയേ, ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ഇതും ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ മുന്നോട്ട് പോവുക. ഈ ഒരു ഫിഗറിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓർ PV ഡയഗ്രാം. P എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രഷറിനെ, V എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് വോളിയത്തിന്. രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ് പ്രഷറും വോളിയം. ഈ പ്രഷറും വോളിയം തമ്മിൽ പ്ലോട്ട് ചെയ്യുന്ന ഫിഗറിനെ പറയുന്ന പേരാണ് PV ഡയഗ്രാം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. സോ അതില് വോളിയം നമ്മൾ എപ്പോഴും X ആക്സിസിലാണ് എടുക്കുക, പ്രഷർ എപ്പോഴും നമ്മൾ Y ആക്സിസിലാണ് എടുക്കുക. ഇനി ഈ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഞാനിവിടെ ഒരു കർവ് വരച്ചിട്ടുണ്ട്, AB എന്നുള്ള കർവ് വരച്ചിട്ടുണ്ട്. ഈ കർവിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് ഇത് ഏത് തെർമോഡൈനാമിക് പ്രോസസ് ആണെന്ന് ഈ ഡയഗ്രത്തിന്റെ അല്ലെങ്കിൽ ഈ കർവിന്റെ ഷേപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Shape of the indicator diagram depends on the nature of the thermodynamical process the system undergoes. ഒരു സിസ്റ്റം ഏത് തെർമോഡൈനാമിക് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ആ സിസ്റ്റത്തിന്റെ
ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിന്റെ ഷേപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പഠിച്ചിട്ടില്ല. അത് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ പ്രോസസ്സുകളുടെയും ഇൻഡിക്കേറ്റഡ് ഡയഗ്രം നമ്മൾ വരയ്ക്കും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ബേസിക് ആയിട്ട് എന്താണ് ഇൻഡിക്കേറ്റഡ് ഡയഗ്രം. ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, ഇവിടെ ഒരു കർവ് ഞാൻ വരച്ചു. ഈ കർവാണ് നമ്മുടെ എന്ത്, ഈ കർവിനെ നമ്മൾ എന്താ പറയാ, ഈ കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യണത്, ഒരു ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിലെ കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യണത്, കർവ് റെപ്രസെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് ടേമിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യണത്, സ്റ്റേറ്റ് ആണോ, പ്രോസസ് ആണോ, സൈക്കിൾ ആണോ, എന്താണ് എ ബി എന്നുള്ള കർവ് റെപ്രസെന്റ് ചെയ്യണത്, എ ബി എന്നുള്ള കർവ് റെപ്രസെന്റ് പ്രോസസ്. ഓക്കെ, അപ്പൊ എ ബി എന്നുള്ളത് തെർമോഡൈനാമിക് പ്രോസസ് ആണ്. ഇനി എ എന്നുള്ള പോയിന്റില് V1, P1 എന്ന് കാണിച്ചിട്ടുണ്ട്. അത് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച ടെർമിനോളജിയിൽ എന്താണ് ഈ V1, P1 റെപ്രസെന്റ് ചെയ്യുന്നത്, ആ സിസ്റ്റത്തിന്റെ എന്തായിരിക്കും അത്, V1, P1 റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ആർക്ക് പറയാം, P1 തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. അത് ഓക്കെ, അത് പ്രഷർ ആണ്, വോളിയം ആണ്, അത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ V1, P1 എന്നുള്ള കോർഡിനേറ്റ്സ്, സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യണത്, കോർഡിനേറ്റ്സ് ആണെന്ന് മനസ്സിലായി. പക്ഷെ എ ബ്രാക്കറ്റിൽ V1, P1 എന്നുള്ളതും ബി ബ്രാക്കറ്റിൽ അപ്പൊ V2, P2 അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ലോക്കസ് അല്ല. ലോക്കസുകളൊക്കെ ചേർന്നതാണ് ഈ ഒരു കർവ്. ഈ എ എന്നുള്ള പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാ, ബി എന്നുള്ള പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാ, സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ എ എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ആണ്, ബി എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്നുള്ള സ്റ്റേറ്റിലാണ്. എ എന്നുള്ള സ്റ്റേറ്റിന്റെ കോർഡിനേറ്റ്സ് ആണ് V1, P1. എ എന്നുള്ള സ്റ്റേറ്റിന്റെ കോർഡിനേറ്റ്സ് ആണ് V1, P1. ബി എന്നുള്ള ഫൈനൽ സ്റ്റേറ്റിന്റെ കോർഡിനേറ്റ്സ് ആണ് V2, P2. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിൽ എ എന്നുള്ള സ്റ്റേറ്റിലെ കോർഡിനേറ്റ് വോളിയം V1, പ്രഷർ P1, അതുപോലെ ബി എന്നുള്ള സ്റ്റേറ്റിന്റെ വോളിയം V2, പ്രഷർ P2. ഓക്കെ, ഇനി നമ്മൾ ഈ കർവിന്റെ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കർവിന്റെ വർക്ക് ഡൺ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഈ കർവിന്റെ വർക്ക് ഡൺ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, വേണ്ട, ഒറ്റയടിക്ക് നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ കർവിന്റെ പി വി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഈ കർവിന്റെ വർക്ക് ഡൺ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ കർവിന്റെ ഏരിയ അണ്ടർ ദ കർവ് നമ്മൾ കാണും. ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ് കാണാൻ എങ്ങനെയാ, ഈ സിസ്റ്റത്തിന് ഏരിയ അണ്ടർ ദ കർവ്, ഈ ഒരു കർവിന്റെ ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് എങ്ങനെ കാണാം, മാത്തമെറ്റിക്സ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. എന്ത് മാത്തമെറ്റിക്കൽ മെത്തേഡ് ആണ് നമ്മളോട് യൂസ് ചെയ്യുക, ഒരു കർവിന്റെ ഏരിയ അണ്ടർ ദ കർവ് കാണാനായിട്ട് നമ്മൾ എന്ത് മാത്തമെറ്റിക്കൽ ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുക, മാത്തമെറ്റിക്കൽ ടൂൾ ആണ് നമ്മളോട് യൂസ് ചെയ്യുക, ഇന്റഗ്രേഷൻ. കുറെ പേർക്ക് അറിയാം അല്ലെ, ഇന്റഗ്രേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ മൊത്തം ഈ ഒരു വലിയ കർവിനെ നമ്മൾ ചെറിയ ഭാഗങ്ങളാക്കി ചെറിയ ലൈൻ സെഗ്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. നമ്മളിവിടെ ചെറിയൊരു ലൈൻ സെഗ്മെന്റ് എടുത്തിട്ടുണ്ട്. ലൈൻ സെഗ്മെന്റിന്റെ ഏരിയ നമ്മൾ A1, B1, C1, D1 ഇതിനെ നമ്മൾ റെക്ടാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ ഒരു ചെറിയ ലൈൻ സെഗ്മെന്റിനെ ഈ ഒരു കർവ് അപ്രോക്സിമേറ്റ്ലി ഒരു ലൈൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ റെക്ടാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് A1, B1, C1, D1. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു ചെറിയ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടി. അപ്പൊ ടോട്ടൽ ഏരിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ അതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു സെഗ്മെന്റിന്റെ സ്മോൾ വർക്ക് ഡൺ നമ്മൾ കണ്ടു. ഈ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ഏരിയ A1, B1, C1, D1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് V1 മുതൽ V2 വരെ ഈ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുക. എന്താ കാരണം, ഇവിടെ എക്സ്പാൻഷൻ ആണ് നടക്കണത്. എങ്ങനെ മനസ്സിലാവുന്നത്, എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരു സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിന്റെ പ്രഷർ കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക. ഒരു സിസ്റ്റം എക്സ്പാൻഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു അല്ലെ, ഗ്യാസ് കംപ്രസ് ചെയ്തു. ഈ രണ്ട് വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് തെർമോഡൈനാമിക്സിൽ. എന്താണ് ഇവിടെ എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, തെർമോഡൈനാമിക് വേരിയബിൾ ആയിട്ടുള്ള പ്രഷറിന് എന്ത് സംഭവിക്കും, ഡിക്രീസ് ചെയ്യും, പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ പ്രഷർ കുറയും. നിങ്ങൾ ഫിഗർ നോക്കിയേ, അങ്ങനെയല്ലേ സംഭവിച്ചേക്കണേ. ഈ ഗ്രാഫില് P1 എന്നുള്ളത് ഹൈ ടെമ്പറേച്ചറിലും P2 എന്നുള്ളത് ലോ ടെമ്പറേച്ചറിലുമാണ് ഇരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇതിന്റെ വാല്യൂ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്കാണ് പ്രഷർ കൂടുന്നത്. അപ്പൊ സപ്പോസ് ഇതൊരു 1 അറ്റ്മോസ്ഫിയറും P2 എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയറും P1 എന്ന് പറയുന്നത് 2 അറ്റ്മോസ്ഫിയറും ആണെങ്കിൽ P1 നിന്ന് P2ലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി, പ്രഷർ കുറഞ്ഞു. സോ ഇവിടെ എന്ത് പ്രോസസ്സാണ് നടന്നത്, ഇവിടെ എക്സ്പാൻഷൻ ആണ് നടന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ
ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്തിനു സംഭവിച്ചു? അവിടെ ഉണ്ടായ വർക്ക് ഡൺ, എത്ര വർക്ക് ചെയ്തിട്ടാണ് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തത്, V1 നിന്ന് V2 ആയത്. നമുക്കറിയാം ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രഷർ കുറയും എന്ന് പറഞ്ഞു. കറസ്പോണ്ടിങ് ആയിട്ട് വോളിയത്തിന് എന്താണ് ഉണ്ടാവുക? ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിലിണ്ടറിൽ പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ ഈ ഗ്യാസ് പിസ്റ്റൺ മെല്ലെ ഉയർത്തി അല്ലെ, പിസ്റ്റൺ ഉയർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ പ്രഷർ കുറഞ്ഞു, കുറെ ഭാഗം കുറെ ഏരിയ കിട്ടി, വോളിയം കൂടി. അപ്പൊ പ്രഷർ കുറയും, ഏരിയ കൂടെ ഒക്കെ ബേസിക് നമ്മൾ കാണുന്ന ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. പ്രഷർ കുറഞ്ഞു, വോളിയം കൂടി. വോളിയം കൂടിയപ്പോ നിങ്ങൾക്ക് അറിയാം, നോക്കിയേ V1 നിന്ന് V2 ആയി. കണ്ട വോളിയം ഇവിടെ ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. അപ്പോ ഇതില് എന്തുണ്ടായത്? ഈ ഗ്യാസ് വർക്ക് ചെയ്തിട്ടാണ് എക്സ്പാൻഡ് ചെയ്തത്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ കാണാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഏരിയ അണ്ടർ ദ കർവിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് കിട്ടും. ആ ഏരിയ അണ്ടർ ദ കർവ്, ഈ ഇപ്പൊ A തുടങ്ങി B വരെയുള്ള ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് റെപ്രസെന്റ്സ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് ദി എക്സ്പാൻഷൻ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കാണുക? എവിടെ തുടങ്ങി എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? V1 മുതൽ V2 വരെ. ഇന്റഗ്രൽ V1 to V2. പ്രഷർ നമ്മൾ വിചാരിക്കുകയാണ് പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ പ്രഷറിൽ PdV. അപ്പൊ ഇവിടെ വോളിയം ചേഞ്ച് ചെയ്തു. വോളിയം ചേഞ്ച് ചെയ്തപ്പോ എന്താ ഇവിടെ നോക്കി, ഇവിടെ ഈ ഒരു പോയിന്റിലെ പ്രഷർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയി നിന്നു. ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആണെന്ന് വിചാരിക്കുക. ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്താണെന്ന് ഉടനെ പറയാം. തൽക്കാലം ഒരു വേരിയബിൾ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ആരാ? വോളിയം ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ PdV നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ മൊത്തം ഏരിയ അണ്ടർ ദ കർവ് ABCD റെപ്രസെന്റ് ചെയ്യുന്നതാണ് വർക്ക് ഡൺ. അപ്പൊ നമുക്ക് ഇതെന്ന് പറയാം, ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ ഏരിയ അണ്ടർ ദ കർവ് എപ്പോഴും ആ സിസ്റ്റത്തിന്റെ വർക്ക് ഡണ്ണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമ്മൾ ഓരോ പ്രോസസ്സുകളിലും ആ പ്രോസസ്സുകളുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കും, അതിന്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ വെളിച്ചത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന് മനസ്സിലാക്കാൻ പറ്റുക? ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഷേപ്പ് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഷേപ്പ് കണ്ടാൽ ആ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഏത് പ്രോസസ്സിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പ്രോസസ് ഏതാണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യും. ഷേപ്പ് ഓഫ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഗിവ്സ് ദ പ്രോസസ് ഓഫ് ദ തെർമോഡൈനാമിക് സിസ്റ്റം. എന്ത് പ്രോസസ്സിലൂടെയാണ് സിസ്റ്റം കടന്നു പോകുന്നതെന്ന് മനസ്സിലാവും. രണ്ടാമത് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ അണ്ടർ ദ കർവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റം എത്ര വർക്ക് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ എത്ര വർക്ക് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ രണ്ട് ഐഡിയകളാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു പ്രോസസ്സിനെയും നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യും. ഇത്രയും മനസ്സിലായല്ലോ? ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമ്മൾ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞത്. നമ്മൾ കുറെ കാര്യങ്ങൾ വേറെ പറഞ്ഞു. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണ്. നാളത്തെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ നാളെ പല തരത്തിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് നാളെ പറയാ. സോ അതില് ഓരോ പ്രോസസ്സുകളിലും നമ്മൾ ഈ PV ഡയഗ്രാം നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് രണ്ട് തരത്തിലുള്ള പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് തെർമോഡൈനാമിക്സിൽ കേൾക്കാം. ഫസ്റ്റ് പ്രോസസ് ആണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. രണ്ടാമത്തെ പ്രോസസ് നോൺ ക്വാസി സ്റ്റാറ്റിക്. ഇപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ക്വാസി സ്റ്റാറ്റിക് മാത്രമാണ്. ഞാൻ അതിനെ കമ്പയർ ചെയ്ത് നോൺ ക്വാസി സ്റ്റാറ്റിക് കൂടി പറഞ്ഞു എന്ന് മാത്രം. ക്വാസി സ്റ്റാറ്റിക് നമുക്കറിയാം, നമ്മള് ഈ ഇതിൽ കാണുന്ന, അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞു ഇത് എയിൽ നിന്ന് ബിയിലേക്ക് വന്ന് തിരിച്ച് എയിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ നമ്മൾ അതിന് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും. പക്ഷേ യൂണിവേഴ്സിൽ കാണുന്ന മിക്കവാറും എല്ലാ പ്രോസസ്സുകളും എന്തായിരിക്കും? ഇറിവേഴ്സിബിൾ ആയിരിക്കും. അപ്പൊ ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ തിയററ്റിക്കലി നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്ത ഒരു ഐഡിയ ആണ് ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് വളരെ അവിടെ ചേഞ്ച് ഉണ്ട്. ക്വാസി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല് ഫുൾ ഇക്വിലിബ്രിയത്തിലാണോ? അല്ല, എന്നാൽ വളരെ സ്ലോ ആയിട്ട് അതിൽ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഫുൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് ആലോചിച്ച്, ഒരു സിസ്റ്റം എപ്പോഴും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ ഇരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആ സിസ്റ്റത്തിൽ ഒരു ചേഞ്ചും നടക്കണില്ല, അല്ലെ? തെർമൽ ഇക്വിലിബ്രിയം ആണ്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണ്,
വേറെ അൺബാലൻസ്ഡ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യില്ല. കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്, ഒരു കെമിക്കൽ മൂവ്മെന്റും പാടില്ല. അങ്ങനെ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്നുള്ളത് ഐഡിയൽ കേസിൽ പറ്റും. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ പറ്റുമോ? പ്രാക്ടിക്കൽ കേസിൽ നടക്കില്ല. കാരണം എപ്പോഴും ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സിസ്റ്റത്തിലും, നമ്മൾ റിയൽ ലൈഫ് അപ്ലിക്കേഷൻസിൽ നമുക്കത് പറയാൻ പറ്റില്ല. റിയൽ ലൈഫിൽ നമ്മൾ തിയറി കൊടുക്കുമ്പോൾ ഐഡിയൽ ആയിട്ട് മാത്രം നമുക്ക് തിയറി പറഞ്ഞിരിക്കാം അല്ലേ, എന്താ അതൊരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവണം. പക്ഷെ നമുക്ക് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ തിയററ്റിക്കലി നമ്മൾ യൂസ് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് ക്വാസി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ക്വാസി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾമോസ്റ്റ് സ്ലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റിസിമലി സ്ലോ ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? ഈ പ്രോസസ്സിനെ, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സിലെ, ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ക്ലാസ് എല്ലാവരും ഒന്ന് ഓർത്തേ, നമ്മുടെ ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആള്, ഈ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആൾക്ക് പുറത്തേക്ക് പോകണം, ക്ലാസ്സിന്റെ പുറത്തേക്ക് പോകണം. ക്ലാസ്സിന്റെ പുറത്തേക്ക് പോകാനായിട്ട് നേരെ എഴുന്നേറ്റ് നടന്നു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? മിസ് കാണും അല്ലെ? നേരെ എഴുന്നേറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി കൊണ്ട് പുറത്തേക്ക് പോയി. അപ്പൊ ഉറപ്പായിട്ടും ടീച്ചർ നോട്ടീസ് ചെയ്യും അല്ലെ? ഒറ്റ ഓട്ടത്തിന് പുറത്തേക്ക് പോയി, ഉറപ്പായിട്ടും ടീച്ചർ നോട്ടീസ് ചെയ്യും. അതിന് പകരം അയാൾ ചെയ്യാണ്, ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആള് ടീച്ചർ ഒന്ന് ബോർഡിലേക്ക് എഴുതാൻ തിരിയണ സമയത്ത്, അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന് മെല്ലെ തൊട്ടപ്പുറത്തെ ബെഞ്ചിലേക്ക്, സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിലേക്ക് മൂവ് ചെയ്തു. ടീച്ചർ നോക്കിയപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെയൊക്കെ എന്താ ക്ലാസ് ആരും പെട്ടെന്ന് വലിയ മാറ്റമൊന്നും മനസ്സിലാക്കണില്ല. അങ്ങനെ ഓരോ ബെഞ്ചുകൾ കടന്ന് മെല്ലെ ഏറ്റവും ഫസ്റ്റ് ബെഞ്ചിലെത്തി. ഇപ്പൊ ഫസ്റ്റ് ബെഞ്ചിന്റെ തൊട്ടടുത്താണ് ഡോറ്. അപ്പൊ ഫസ്റ്റ് ബെഞ്ചിൽ നിന്ന് മെല്ലെ ഡോറിലേക്ക് കടന്ന് പുറത്തേക്ക് പോയി. അപ്പൊ ഓരോ നമ്മൾ പറയില്ലേ, ഒറ്റയടിക്ക് കൊല്ലണതിന് പകരം ഇഞ്ചായിട്ട് കൊല്ലുക എന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ ഇൻഫിനിറ്റ്ലി സ്ലോ ആയിട്ട് ഒരു പ്രോസസ്സ് കുറെ ഇന്റർമീഡിയറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ ആ ഓരോ സ്റ്റേറ്റും, ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടി തൊട്ട് മുന്നത്തെ ബെഞ്ചിൽ കയറി ഇരുന്നു, എന്നിട്ട് ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഇരുന്നു. അപ്പൊ ആ കുട്ടി എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബെഞ്ചിൽ നിന്ന് തൊട്ട് അടുത്ത ബെഞ്ചിലേക്ക് ചാടി, അവിടെ നങ്ങാതിരുന്നു. അപ്പൊ എന്തായി? ഇക്വിലിബ്രിയത്തിലായി. അപ്പൊ ഒറ്റയടിക്ക് പുറത്തേക്ക് പോയില്ല. എന്നാൽ അതിന് സംബന്ധം ഓരോ ഇന്റർമീഡിയറ്റ് ചേഞ്ചിലൂടെ ഓരോ സ്റ്റേറ്റും ഇക്വിലിബ്രിയത്തിലാക്കിക്കൊണ്ട് ഒരു പ്രോസസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയും. അപ്പൊ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള ചേഞ്ച് അല്ല, ഇൻഫിനിറ്റിസിമലി സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ എല്ലാ ഇന്റർമീഡിയറ്റ് ചേഞ്ചിങ് സ്റ്റേറ്റ്സും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് അടുത്ത പ്രത്യേകത. ഓക്കെ, അപ്പോ ഇതില് എന്താ പറയാ, ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്തു. 1 നിന്ന് 2ലേക്ക് പോവാണ് ഒരു പ്രോസസ്സ്. അതിലെ എല്ലാ ഇപ്പൊ 1 നമുക്കറിയാം പ്രോസസ്സ് നടന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ അതിന്റെ എല്ലാ ഇന്റർമീഡിയറ്റ് പോയിന്റുകളിലും ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഈ ഫിഗറിൽ നിങ്ങൾ പറയും ഇതിനെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എയിൽ നിന്ന് ഒറ്റയടിക്കല്ല ബിയിലെത്തുന്നത്, എയിൽ നിന്ന് ആദ്യം ഇതിന്റെ തൊട്ടടുത്തുള്ള പോയിന്റിലെത്തി. അപ്പൊ എന്താ? അതൊരു ഇന്റർമീഡിയറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലെത്തി വളരെ സ്ലോലി. അങ്ങനെ വളരെ സ്ലോ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് അത് ബിയിലേക്ക് എത്തണതെങ്കിൽ, വളരെ ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ അതിനെ നോൺ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറയും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ അതിന്റെ ഡിഫറൻസ്. ഇൻഫിനിറ്റിസിമലി സ്ലോനെസ് ആണ് ക്വാസി സ്റ്റാറ്റിക്കിന്റെ പ്രത്യേകത. എന്നാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് നോൺ ക്വാസി സ്റ്റാറ്റിക്. അത് ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല, അതിന് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ്. അതുകൊണ്ട് തന്നെ പാത്ത് ഓഫ് പ്രോസസ് കനോട്ട് ബി ഈസിലി ഡിഫൈൻഡ്. ഇക്വിലിബ്രിയത്തിലെ സ്റ്റേറ്റിലല്ലാത്തതുകൊണ്ട് നമുക്കൊരു എന്താ പറയാ, ഒരു സോളിഡ് ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഇതിൽ ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക നോൺ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനെ. ഇനി ക്വാസി സ്റ്റാറ്റിക്കിന്റെ പ്രത്യേകത എന്താ? ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് അടുത്തൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്ന കാരണം തിരിച്ച് അതേ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ പോവാം. അതിനാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളും എന്തായിരിക്കും? റിവേഴ്സിബിൾ പ്രോസസ്സുകളായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? അതിന് തിരിച്ച് വീണ്ടും അതുപോലെ സ്ലോ ആയിട്ട് തിരിച്ച് വീണ്ടും ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്താം. പക്ഷെ നോൺ ക്വാസി സ്റ്റാറ്റിക് റിവേഴ്സിബിൾ ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിളോട് പറയുന്നുണ്ട്. എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് ബിഹൈൻഡ് ദ പിസ്റ്റൺ. നമ്മളൊരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക, ആ സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ കൺസിഡർ ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തു, ഗ്യാസ് സിലിണ്ടർ കൺസിഡർ ചെയ്തു. ആ ഗ്യാസ് സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ കൺസിഡർ ചെയ്തു. പിസ്റ്റൺ നമ്മൾ മെല്ലെ എക്സ്പാൻഡ് ചെയ്തു. ഓരോ ചെറിയ സ്മോൾ വെയിറ്റ്സ് ആഡ് ചെയ്ത് ആ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്തു. എന്നാൽ ഒരൊറ്റ സിംഗിൾ വെയിറ്റ് കൊണ്ട് ആ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചാൽ അത് എന്തായി? നോൺ ക്വാസി സ്റ്റാറ്റിക് ആയി. ഈ ഡിഫറൻസുകളുടെ ഒക്കെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്.
ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിസിമലി സ്ലോ പ്രോസസ് ആയിരിക്കും. അതിൽ ഓരോ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് ലൈൻ വെച്ചിട്ട് ഒരു ഫേം ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ പ്രോസസ്സുകളെല്ലാം റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പറയാം, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്. അപ്പൊ നമ്മൾ റിയൽ ലൈഫ് കേസുകളിൽ പറയുന്ന എല്ലാ പ്രോസസ്സുകളും നമ്മൾ സാധാരണ പറയാ ക്വാസി സ്റ്റാറ്റിക് ആണെന്നാണ് പറയാം. അതായത് നമ്മുടെ തിയറി ശരിയാവണമെങ്കിൽ എല്ലാ പ്രോസസ്സുകളും എന്താവണം, ക്വാസി സ്റ്റാറ്റിക് ആവണം. കാരണം നമ്മൾ പറയുന്ന എല്ലാ തിയറിയും ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുമ്പോഴാണ് നമ്മൾ ഓരോ സിസ്റ്റത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഇക്വിലിബ്രിയത്തിൽ ആവണം എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ്ലീസ്റ്റ് അത് ക്വാസി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലെങ്കിലും ആവണം. ഓക്കെ, ഇപ്പൊ നിങ്ങളിവിടെ എക്സാമ്പിൾ നോക്കിയേ കണ്ട. ഇപ്പൊ PV ഡയഗ്രാം ഫോർ എൻ എക്സ്പാൻഷൻ പ്രോസസ് 1 നിന്ന് 2 എക്സ്പാൻഡ് ചെയ്തു. ഫോർവേഡ് ഡയറക്ഷനിൽ തിരിച്ച് റിവേഴ്സിബിൾ പ്രോസസ് നടക്കും. അപ്പൊ നോക്കി അതേ ലൈനിൽ കൂടെ തന്നെ തിരിച്ചെത്തി കണ്ട, ഇത് റിവേഴ്സിബിൾ ആണ്. പക്ഷെ ഇവിടെ നോക്കി ഈ PV ഡയഗ്രാം നോൺ ക്വാസി സ്റ്റാറ്റിക്കിൽ എന്താ സംഭവിക്കുന്നത്, 1 നിന്ന് 2 ഒരു വഴി കൂടെ വന്നു, പക്ഷെ 2 നിന്ന് 1 വേറൊരു വഴി കൂടെയാണ് തിരിച്ചു പോയത്. സോ ഇത് റിവേഴ്സിബിൾ ആണോ? അല്ല, ഇത് ഇറിവേഴ്സിബിൾ ആണ്. പിന്നെ നോക്കി ഈ ഫിഗർ വരച്ചിരിക്കുന്നത് ഇത് ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഡോട്ടഡ് ലൈൻ എന്താ റെപ്രസെന്റ് ചെയ്യണത്, ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതൊരു എന്താണ്, ഇതൊരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെയാണ് കടന്നു വരുന്നത്. ഫേം ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഇതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് എല്ലാം ഇക്വിലിബ്രിയം ആണ്. ഇവിടെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ഒന്നും ഇക്വിലിബ്രിയം അല്ല. അതാണ് ക്വാസി സ്റ്റാറ്റിക്കും നോൺ ക്വാസി സ്റ്റാറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ 3 മെയിൻ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു. എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മെയിൻ കോൺസെപ്റ്റ് ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതുപോലെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. അപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു. ബാക്കി കുറെ കുഞ്ഞു കുഞ്ഞു ടേംസ് പറഞ്ഞെങ്കിലും ആദ്യം നമ്മൾ പറഞ്ഞ എന്താ പറയാ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണ്, സീറോത്ത് ലോ എന്താണ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം സിഗ്നിഫിക്കൻസ് എന്താണ്, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്താണ്. ഈ 4 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?